കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജനക്കൂട്ടത്തിൽ നിന്നും ഒരുവൻ യേശുവിനോട് പറഞ്ഞു, ഗുരോ, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവനും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നാം സമ്പന്നരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇന്നത്തെ സുവിശേഷവും ആദ്യവായനയും നമ്മുടെ മുമ്പിൽ വയ്ക്കുക. അതുകൊണ്ട് തന്നെ വായനകളിലൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭാരം തോന്നും. കാരണം ഈ ലോകത്തിൻ്റെ സമ്പന്നത നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കാൻ, ഈ ലോകത്ത് നമുക്ക് സമ്പത്ത് വേണം. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ നാം സമ്പന്നരായി ജീവിക്കേണ്ട അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത് എന്ന് ഈശോ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. നമ്മൾ പലതും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പലതും നമ്മൾ ബോധപൂർവം മറക്കും. നമ്മൾ പറയല്ലോ, ഉറങ്ങുന്നവനെ ഉണർത്താൻ എളുപ്പമാണ്, ഉറക്കം നടിക്കുന്നവരെയാണെങ്കിലോ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ചിലതൊക്കെ നമ്മൾ മറന്നു പോകും, സ്വാഭാവികമായിട്ടും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബോധപൂർവം ചില കാര്യങ്ങൾ മറക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ പിന്നെ ആ വിഷയത്തിൽ മറ്റാർക്കും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറയുന്നത് പോലെ ഭൗതിക സമ്പത്ത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമാണ്. ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാൻ അത് ആവശ്യമാണ്. എന്ന് പറയുന്നത് പോലെ സ്വർഗരാജ്യത്തിൻ്റെ ക്രമീകരണത്തിനായി ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ സ്വർഗീയ സൗകര്യത്തിനും സ്വർഗപ്രാപ്തിക്കും വേണ്ടി സ്വർഗീയ സമ്പത്തിൻ്റെ സമ്പാദനവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഉപമയിൽ വളരെ സ്പഷ്ടമായിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ഒരുവൻ മുഴുവൻ അധ്വാനിച്ച് അവൻ്റെ ചിന്ത മുഴുവൻ എന്താണ്? ഭൗതിക സമ്പത്താണ്. ഈ ലോകത്ത് ചിലരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ മനസ്സങ്ങോട്ട് ഉടക്കി കടന്നിട്ട് പിന്നെ അതിനുവേണ്ടിയാണ് ജീവിതം മുഴുവൻ വ്യയം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീടിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് വീടുണ്ടാക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി നമ്മൾ പറയില്ലേ, ചത്ത് കിടന്ന് ജീവിതം മുഴുവൻ സമർപ്പിച്ച് പണിയെടുക്കുന്നവരുണ്ട്. ചിലവർ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രം, അത് മാത്രമേ തലക്കെത്തുള്ളൂ, വേറെ ഒന്നുമില്ല. കാശുണ്ടാക്കണം. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ മനോഭാവങ്ങളെ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ അധ്വാനം മുഴുവനും ആ ഒരു കാര്യത്തിലേക്ക് മാത്രമായി. അത് ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, ലൗകിക സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അഡിക്റ്റഡ് ആകുന്നതെങ്കിൽ പിന്നെ ഒരു ആത്മീയ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സിലില്ലാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് ചിലർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ല,
വിശുദ്ധ ജീവിതത്തിന് സമയമില്ല. ദൈവത്തോട് ബന്ധമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നിനും സമയമില്ലാതെ പോലും ജീവിതം മാറുന്നതിന് കാരണം ലൗകികമായ ചില വിഷയങ്ങളിൽ മാത്രം മനസ്സ് ജീവിതം ഉടക്കി കിടക്കുമ്പോഴാണ്. അപ്പം അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഭൗതിക സമ്പത്ത് കൊണ്ടല്ല ഒരുവൻ ധന്യമാകുന്നത്, മറിച്ച് ആത്മീയ സമ്പത്ത് കൂടി നമ്മൾ അധ്വാനിക്കേണ്ടത്. കാരണം എന്താ, നമുക്കറിയില്ല നമ്മൾ എത്ര നാൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അതിൻ്റെ തലക്കെട്ട് വരുന്നത് റിച്ച് ഫൂൾ എന്നാണ്. ഭോഷ എന്ന കർത്താവ് വിളിക്കുന്നത്, വിഡ്ഢിയായ ധനവാൻ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഈ ഉപമയുടെ തലക്കെട്ട് തന്നെ. അവന് വിഡ്ഢി എന്ന് വിളിക്കുന്ന എന്താ, അവൻ ഭോഷനെന്ന് വിളിക്കുന്ന എന്താ, നിത്യജീവനെക്കുറിച്ചോ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചോ അവൻ്റെ ആത്മരക്ഷയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ ഒരല്പം പോലും സമയം ചെലവഴിക്കാത്തവനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭോഷ വിഡ്ഢി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ കടന്ന് അധ്വാനിച്ച് അറപ്പുരകൾ പൊളിച്ചു പണിയുന്നു, ബിസിനസ് വലുതാക്കുന്നു, ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. പഴയ വീട് വലിയ മോശമൊന്നുമല്ല, എന്നാൽ അത് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ വീട് പണിയുന്നു. ഇങ്ങനെ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അധ്വാനിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ഓപ്റ്റിമൽ ലെവലെത്തി. നമ്മൾ എക്കണോമിക്കൽ ടൈമിൽ പറയുന്ന പോലെ ഈ ഭൗതിക സമ്പത്തിൻ്റെ, ലൗകിക സമ്പത്തിൻ്റെ, സൗകര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ഓപ്റ്റിമം പോയിന്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇവന് പോകാനില്ല. അപ്പം അങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമ്മളാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നമുക്ക് എത്ര ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ പോലും അത് കുറച്ച് കൂടുതലായി കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യം കുറയുള്ളൂ, കൂടുകയല്ല. അതാണ് ലോകവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൻ്റെ പ്രശ്നം. നമ്മൾ ഇപ്പോൾ എത്ര നമ്മുടെ കൂടെയൊക്കെ ശുശ്രൂഷകരായ യുവജനങ്ങളൊക്കെ പല സമയങ്ങളിലും പുറത്ത് ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ വരും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ലോങ് യാത്രയ്ക്ക് പോകുമ്പോൾ നിർത്തും, എന്നാ വേണ്ടതെന്ന് ചോദിക്കും. ഇവർക്ക് ഈ ബിരിയാണിയും അല്ലെ ചിക്കൻ ഐറ്റമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ വയറടച്ച് കഴിച്ചോ, കാരണം വണ്ടിയൊക്കെ ഓടിക്കുന്നതല്ലേ. ഒരെണ്ണം മേടിച്ച് ഇനി വേണമെന്ന് ചോദിക്കും. അച്ഛാ ഒരെണ്ണം കൂടി കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ പറയും. എന്നാൽ പിന്നെ ഒരെണ്ണം കൂടി മേടിച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, വേണ്ട അച്ഛാ പോണില്ല, മടുത്ത്, ഇവിടെയും വരെ ആയി. ഇനി കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പുറത്തേക്ക് വരും. ഇനി കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചതിൻ്റെ മുഴുവൻ സന്തോഷം പോയി. എന്ന് പറയുന്ന പോലെ ലൗകികമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സന്തോഷങ്ങൾക്കൊക്കെ ഒരു ഓപ്റ്റിമൽ ലെവലുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ സന്തോഷം തരാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു തലത്തിലേക്ക് ഇയാൾ എത്തി എന്നിട്ട് പറയണേ, ഇനിയാണ് പറയുന്നത്, തിന്നു കുടിച്ച് ആനന്ദിക്കുക, എല്ലാം ആയല്ലോ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നീ കെട്ടിപ്പൊക്കിയതും ഈ സമ്പാദിച്ചതും ഈ ചതിച്ചുണ്ടാക്കിയതും ഇതൊക്കെ ആരുടേതാകും? അവനെ ഭോഷ എന്ന് വിളിക്കുന്നത് അവന് ആത്മീയ സമ്പത്തില്ല. കാരണം ഇത് രാത്രി വിളിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ ഒരു ഫൗണ്ടേഷൻ പോലും ഇട്ടിട്ടില്ല, ഒരു കല്ല് പോലും കെട്ടിയിട്ടില്ല, തറ പോലും കെട്ടിയിട്ടില്ല. ഇവിടെ വലിയ 2 വീട് കെട്ടിയിട്ടുണ്ട്, പക്ഷേ സ്വർഗരാജ്യത്തിലൊരു കല്ല് പോലും കെട്ടിയിട്ടില്ല. ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വറീസച്ചനുണ്ടല്ലോ, പ്രായമുള്ള അച്ഛൻ വന്ന് ഞങ്ങൾ കാപ്പിയെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാപ്പി കുടിച്ച് കഴിയുമ്പോൾ തന്നെ കപ്പും സോസറൊക്കെ എടുത്തുകൊണ്ട് പോകും കഴുകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ വീടും പണിത് കഴിഞ്ഞാൽ ഞങ്ങൾ തറ പോലും കെട്ടിയിട്ടില്ല, അവിടെ ഞങ്ങളുടെ ചാൻസ് കളയും. ഞങ്ങൾ പറയും ഞങ്ങളുടെ ചാൻസ് കളയും, ഞങ്ങളവിടെ തല പോലും കെട്ടിയിട്ടില്ല. അച്ഛനാണെങ്കിൽ അവിടെ 2 നില വീട് കെട്ടിക്കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അച്ഛനെ കളിയാക്കും. അതുപോലെ സ്വർഗരാജ്യത്തിൻ്റെ സമ്പന്നത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ രാത്രി സ്വർഗം നമ്മളെ വിളിക്കൂലേ നമുക്ക് അറിഞ്ഞൂടാ, ഈ ദിവസം നമ്മൾ പൂർത്തിയാക്കൂലേ നമുക്ക് ആർക്കറിയാം. അപ്പോൾ ലൗകിക സമ്പത്ത് നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഒരു വിശ്വാസി, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ, നിത്യജീവനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും ആത്മീയ സമ്പത്തിനെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചൊക്കെ നിരന്തരം ആലോചനയുള്ളവരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചിന്ത ഈ ദിവസക്കാലം നമ്മളെ ഭരിക്കട്ടെ. എന്ത് ചെയ്യുമ്പോഴും എൻ്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, എൻ്റെ നിത്യത നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങളിലേക്കൊന്നും വീണു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.